ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. രാവിലെ ആയിട്ട് കറിവേപ്പില നേരെയാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അച്ഛൻ രാവിലെ കുറേ കറിവേപ്പില തൊടിയിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അത് മറാലയൊക്കെ ഉണ്ടോ നോക്കി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കുന്നൊരു പരിപാടിയിലാണ് രാവിലെ ഞാൻ. നല്ല വലിയ ഇലയായിട്ട് നല്ല അടിപൊളി കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഈ കറിവേപ്പിലയെല്ലാം നമ്മളിങ്ങനെ എടുത്ത് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയായിരുന്നു പതിവ്. ഇന്ന് ഞാനതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വേറൊരു ഐഡിയ തോന്നി. ഞാൻ ആ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്ലാസ്സിനകത്ത് ഇറക്കി വെക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഫ്ലവർ വേസിനകത്ത് പൂക്കളൊക്കെ ഇറക്കി വെക്കുന്ന പോലെ ഞാനിങ്ങനെ കറിവേപ്പില ഇതിനകത്ത് ഇറക്കി വെച്ച് നോക്കിയതാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അത് അത്രയും അങ്ങോട്ട് ഇറക്കി വെച്ച അടിയിൽ ചിലപ്പോൾ അളിഞ്ഞു പോകുമെന്ന്. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ഇറക്കി വെച്ചു. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ഐഡിയ തോന്നിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന്. ഇല്ലെങ്കിൽ ഇത് വാടിപ്പോവില്ല. എന്നിട്ട് ഞാൻ ആ ഗ്ലാസ്സിൽ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. എത്ര ദിവസം ഇങ്ങനെ നിൽക്കും അളിയാതെ നോക്കണം. എങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ ഇങ്ങനെ വെക്കാമല്ലോ. നല്ല ഫ്രഷ് ഇലയായിട്ട് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പില നല്ല ഫ്രഷായിട്ടിരിക്കാൻ വേറെ എന്തൊക്കെ ഐഡിയ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേ ഏതായാലും കുറച്ച് ചെറുപയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛന് ചെറുപയർ ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ വേവിച്ചിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ ചെറുപയർ വിളയിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അമ്മ അത് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇപ്പം നവരാത്രിക്കാലല്ലേ, അപ്പം നമ്മൾ ഈ സരസ്വതി പൂജയ്ക്ക് അല്ലെങ്കിൽ ദുർഗാ പൂജയ്ക്ക് അങ്ങനത്തെ പൂജകൾക്കൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നവധാന്യങ്ങൾ അതുപോലെ പയർ, കടല ഇതൊക്കെ പ്രസാദമായിട്ട് ഇങ്ങനെ നേദിക്കാറുണ്ട്, നിവേദ്യമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം അമ്മ പറഞ്ഞു ഈ സമയത്ത് അതൊക്കെ കഴിക്കേണ്ടതാണ്. ഇതൊക്കെ നിവേദ്യം എന്നുള്ളതിനെ ചെറുതാക്കി പറയുന്ന കേട്ടോ. നിവേദ്യമായിട്ട് നമ്മളൊക്കെ റെഡിയാക്കാറുണ്ട് ഈ പൂജയുള്ള സമയത്തൊക്കെ എന്ന് പറയാം അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഉണ്ടാക്കട്ടെ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി. അല്ലാതെ ഇവിടെ പൂജയും നിവേദ്യമൊന്നും നമ്മുടെ വീട്ടിലങ്ങനെ പതിവില്ല, അമ്പലത്തിലാണൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടിരുന്നു രാവിലെ. അപ്പോൾ വൈകുന്നേരം അതിനെടുത്തു പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ച് ശർക്കര ഉരുക്കി അരിച്ച് അതിലൊഴിച്ചു. ഇനി അതൊന്ന് കിടന്ന് തിളയ്ക്കണം എന്ന് പറഞ്ഞു അമ്മ. ഫസ്റ്റ് ടൈമാണ് ഞാനിതിങ്ങനെ റെഡിയാക്കുന്നത്. അമ്മയാണ് റെഡിയാക്കാറ്. അപ്പം അമ്മ പറഞ്ഞു ഇത് പായസം പോലെ ആവില്ലെങ്കിൽ അതുകൊണ്ടൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തിളച്ച് കഴിയട്ടെ. അങ്ങനെ നമ്മുടെ ചെറുപയർ വിളയിച്ചത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ശർക്കരയ്ക്ക് നല്ല കളറുണ്ട്. അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. വെളുത്ത, അതായത് കറുപ്പ് നിറം അല്ലാതെ നമ്മൾ വെളുത്ത ശർക്കര എന്ന് പറയും. അതായത് കറുത്ത നിറം കുറച്ച് കുറഞ്ഞിട്ടുള്ള ശർക്കര, അതിനാണ് ഇവിടെ വെളുത്ത ശർക്കര എന്ന് പറയും. പക്ഷേ ഇത് നല്ല ബ്രൗൺ കളറുള്ള ശർക്കരയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കളർ തോന്നും. അപ്പോൾ ഇതാണ് ചെറുപയർ വിളയിച്ചത്. ഇവിടെ ഇതിൽ തേങ്ങയൊക്കെ ചേർക്കണം. ഇനി തേങ്ങ ഞാൻ ചതച്ച് വെച്ചിരുന്നു. എനിക്ക് ചിരകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചതച്ചാൽ വയ്ക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. തേങ്ങ കുറച്ചേ ഉള്ളൂ. കുറച്ചും കൂടെയൊക്കെ തേങ്ങ വേണമെങ്കിൽ ആവാം. എനിക്കിതിൻ്റെ കണക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അവിടെ ചതച്ച് വെച്ചായിരുന്നു. അത് എടുത്ത് ഇതിൽ മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് ചൂടൊക്കെ ആറി ഒന്ന് സെറ്റാവണം ശരിക്കും. എന്നാലും അതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും അച്ഛൻ ചൂടോട് കൂടി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അച്ഛന് ഇത് സെർവ് ചെയ്യാം. ഓക്കെ, അച്ഛന് വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൽ ഒരു ഇച്ചിരി എടുത്ത് കൊടുക്കുന്നുണ്ട്. ചൂടാറിയിട്ട് നല്ലോണം കഴിച്ചോളൂ, ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. മധുരമൊക്കെ എങ്ങനെയുണ്ടെന്ന് അച്ഛൻ പറയേ. റിവ്യൂ പറയണം അച്ചോട്. മധുരധികം കൊള്ളാം.
ക്യാമറ ചാടിപ്പോയി. എങ്ങനെയുണ്ട്? കൊള്ളാം. മധുരം ഒരു പൊടിക്ക് അധികം അധികം ഉണ്ട്. അമ്മ പറഞ്ഞ ശർക്കര ഞാൻ ഇട്ടോ, എൻ്റെ കുറ്റല്ല.